ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുഞ്ഞു കുഞ്ഞു ഗ്ലോബ് ടിപ്സ് ആണ്. ഗ്ലോബ് ടിപ്സ് എന്ന് പറയാൻ പറ്റുമോ, അതോ നമുക്ക് കോൺഫിഡൻസ് തരുന്ന കുറച്ച് കാര്യങ്ങൾ. അത് ഞാൻ കുറച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സ്കിൻ, ഹെൽത്ത്, ബോഡി, അതുപോലെ തന്നെ ഹെയർ, അങ്ങനെ ഞാൻ കുറച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സ്കിൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ വർക്ക് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, സ്കിന്നിൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ, ക്ലെൻസർ, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. ഈ 3 കാര്യങ്ങൾ സ്കിൻ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന സമയത്തൊന്നും ചെയ്യാതുകൊണ്ട് എൻ്റെ മുഖത്ത് നിറയെ പോഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ കുറേയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. കാരണം എൻ്റെ മുന്നത്തെ എൻ്റെ സ്കിൻ ഫുൾ സിസ്റ്റിക് ആക്നെ ആയിരുന്നു. ഇതൊക്കെ കണ്ടിന്യൂസ്ലി നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ഒരു കാര്യം തന്നെ ഒരു പ്രൊഡക്റ്റ് തന്നെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണം. ഒരാഴ്ച ഉപയോഗിച്ച് വേറെ പ്രോഡക്റ്റ്സ് അടുത്ത ആഴ്ച വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൺസിസ്റ്റൻസി ഇല്ലാതെ നമ്മൾ സ്കിൻ വർക്ക് ആവില്ല. സ്കിന്നിൽ വർക്ക് ആവണമെങ്കിൽ തന്നെ ഒരു 3 വീക്സ് ഒക്കെ എടുക്കുന്നതാണ് എക്സ്പേർട്സ് പറയുന്നത്. സോ നമ്മൾ സ്കിൻ ഏതാന്ന് നോക്കി അതിന് മാച്ച് ആകുന്ന ഒരു ക്ലെൻസർ ആദ്യം വാങ്ങിക്കണം. അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം. അത് സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ നെഗോഷ്യബിൾ എന്നാണ് പറയുന്നത്. കാരണം സൺസ്ക്രീൻ നമ്മൾ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യണം. എസ്പെഷ്യലി ഇഫ് യു ഹാവ് ലൈക്ക് ദീസ് ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ടില്ലെങ്കിൽ ആ ബ്ലാക്ക് മാർക്ക് കൂടുതൽ വിസിബിൾ ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. സോ നമ്മൾ ഈ 3 കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്നാൽ തന്നെ കൺസിസ്റ്റൻസി കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നതാണ്. സോ അടുത്തതാണ് ഹെയർ നമ്മൾ ട്രിം ചെയ്യണം. അതായത് സ്പ്ലിറ്റ് സെൻസ് വരുമ്പോൾ നമ്മൾ ട്രിം ചെയ്യണം. നമ്മൾ ലെങ്ത്ത് മാത്രം വെറുതെ തിക്നെസ് ഇല്ലാതെ ലെങ്ത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. സോ സ്പ്ലിറ്റ് എൻഡ്സ് വരികയാണെങ്കിൽ നമ്മളത് ട്രിം ചെയ്ത് സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഹെയറിലുള്ള സ്കാൽപ്പിൻ്റെ ടൈപ്പ് നോക്കിയിട്ട് നമ്മൾ ഒരു ഷാംപൂ കണ്ടീഷണർ നമ്മൾ കണ്ടെത്തണം. ആ ഷാംപൂ കണ്ടീഷണർ നിങ്ങൾ ഈ ഓയിലി ഹെയർ ആണെങ്കിൽ നിങ്ങൾ യൂഷ്വലി ഐ തിങ്ക് 2 to 3 times നമ്മൾ ഹെയർ വാഷ് ചെയ്യണം വിത്ത് ദാറ്റ് കണ്ടീഷണർ ആൻഡ് ദ ഷാംപൂ. ആഫ്റ്റർ വാഷ് നമുക്ക് യൂസ് ചെയ്യുന്ന കണ്ടീഷണർ ഉണ്ട്, വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. സോ നമ്മളെ സ്കാൽപ്പ് ഹെൽത്ത് നന്നാവുന്നതിനനുസരിച്ച് നമ്മളെ ഹെയറും നന്നാവുമെന്നാണ് പറയുന്നത്. സോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നമ്മളെ കിണറിലുള്ള വെള്ളമല്ല നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നെങ്കിൽ ക്ലോറിനും മിനറൽസും ഉള്ള വാട്ടർ ആണെങ്കിൽ നമ്മുടെ ഷെഡിങ് കൂടുതലാക്കും. ഹെയർ ഫാൾ ഉണ്ടാവാനുള്ള ഭയങ്കര കാരണമാണ്. അപ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഷവർ ഫിൽറ്റർ വെക്കുക എന്നുള്ളത്. ഷവർ ഫിൽറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഹെയറിന് മിനറൽസിനും അതുപോലെ തന്നെ ക്ലോറിനും അത് പ്രൊട്ടക്റ്റ് ചെയ്ത് ഷെഡിങ് കുറയ്ക്കുമെന്ന് എക്സ്പേർട്സ് പറയുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മൾ ഹെയറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ബോഡി ആൻഡ് ഹെൽത്ത് നോക്കാം. ബോഡി ആൻഡ് ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് ആണെന്ന് നമുക്ക് തോന്നുന്ന ഒരു ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ വളരെ വെയ്റ്റ് കുറഞ്ഞ ഒരാളായിരുന്നു. അന്ന് എനിക്കൊരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. എൻ്റെ ഹെയർ എല്ലാം ഡാമേജ്ഡ് ആയിരുന്നു ആക്ച്വലി. ബിക്കോസ് എനിക്ക് ആവശ്യമില്ല ഒന്നും എൻ്റെ ശരീരത്തിലേക്ക് കിട്ടുന്നില്ല. മാൽ ന്യൂട്രീഷൻ ആയിരുന്നു എനിക്ക്. സോ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ സ്കിന്നും ഹെയറും കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയ പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ എനിക്ക് കോൺഫിഡൻസും കൂടി. സോ നിങ്ങൾ നല്ല ചബ്ബി ആയിട്ടുള്ള ആളാണ്, പക്ഷേ ഇഫ് യു ലൈക്ക് ടു ബി ഇൻ ദാറ്റ് വേ ഇറ്റ്സ് ഓക്കെ. സോ നിങ്ങൾക്ക് ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വെയ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് കോൺഫിഡൻസ് കിട്ടും. അടുത്ത കാര്യമാണ് ഈറ്റ് വെൽ. നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. എസ്പെഷ്യലി നമ്മുടെ സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ട് പ്രോട്ടീൻസ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കണം, പിന്നെ ഹെൽത്തി ഫാറ്റ്സ് കഴിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഏതൊക്കെ ഫുഡിലാണോ ഇതുള്ളത് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്ത് വൈസ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അടുത്ത കാര്യമാണ് സ്റ്റൈൽ. നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ എസ്പെഷ്യലി നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് ഫിറ്റായ ഡ്രസ്സാണ് നിങ്ങൾ ധരിക്കുന്നത്. നമ്മൾ ട്രെൻഡിനേക്കാളും ട്രെൻഡ് നോക്കണ്ടെന്നല്ല, പക്ഷെ ബോഡിക്ക് ഫിറ്റായിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ വെയർ ചെയ്യുന്നതെന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അടുത്ത കാര്യമാണ് നെയിൽസും ബ്രോസും ഒക്കെ എപ്പോഴും
നെയിൽസ് നമ്മൾ ക്ലീൻ ആക്കി വെക്കണം. അതുപോലെ തന്നെ ബ്രോസ് നമ്മൾ ട്രിം ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രിം ചെയ്ത് വെക്കണം. അത് കുറച്ച് നല്ല കാര്യമാണ്. ഐ മീൻ ഒരു ഗ്ലോ അപ്പ് നമുക്ക് തരാൻ പറ്റുന്ന കാര്യമാണ്. അടുത്തൊരു കാര്യമാണ് പെർഫ്യൂം. നമ്മൾ പെർഫ്യൂം ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു മൈൽഡായിട്ടുള്ള സ്മെല്ല് ഉള്ള പെർഫ്യൂം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഹെയർ സ്റ്റൈൽ നമ്മുടെ മുഖത്തിനും നന്നായിട്ട് വരുന്ന ഒരു ഹെയർ സ്റ്റൈൽ കണ്ടെത്തിയിട്ട് നമുക്ക് അത് ചൂസ് ചെയ്യുന്നതാണ്. അതപ്പോൾ നമുക്ക് ChatGPT സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അതുപോലെ തന്നെ പെർഫ്യൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പെർഫ്യൂം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോഡിയിലെ ഹെയർ റിമൂവ് ചെയ്തിട്ടാണ് പെർഫ്യൂംസും അതുപോലെ തന്നെ നമ്മളെ സ്മെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തേക്കുന്ന ബോഡി ലോഷൻ അതൊക്കെ തേക്കുമ്പോൾ ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം സ്മെല്ല് നിൽക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ ഈ ജോൺസൺസ് ബേബി ഓയിൽ കൂടെ നമ്മുടെ പെർഫ്യൂമിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തേക്കുകയാണെങ്കിൽ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് സ്മെല്ല് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ദീസ് ആർ ദ ബേസിക് ഗ്ലോ ഫോർ യു ഗേൾസ്. അപ്പോൾ ഇതെന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് പറയാം. ഓക്കെ, ബൈ.